മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുമസ് ഉണ്ണീശോയിലേക്ക് മാത്രമല്ല, നസ്രസിലെ മറിയത്തിലേക്കും നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നുണ്ട്. കാരണം അത് മറിയത്തിൻ്റെ വിജയഗാഥയാണ്. ദൈവഹിതത്തോട് മറുതലിച്ച ആദി മാതാവ് വഴി മനുഷ്യചരിത്രത്തിൽ പാപവും മരണവും കയറിപ്പറ്റിയെങ്കിൽ ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞതുവഴിയായി മറിയം ദൈവമാതൃത്വ സ്ഥാനം സ്വന്തമാക്കിയതിൻ്റെ ഓർമ്മയാണ് ക്രിസ്തുമസ്. അബ്രാഹത്തെയും മോശയെയും പ്രവാചകരെയും പോലെ മറിയവും ദൈവകരങ്ങളിലെ ശക്തമായ ഒരു ഉപകരണമായി വർത്തിക്കുന്നുണ്ട്. അതിന് കാരണം ഒന്നു മാത്രം: മറിയത്തിൻ്റെ വിശ്വാസം. പുരുഷ സമ്പർക്കം കൂടാതെ ഗർഭിണിയായാൽ യഹൂദാചാരപ്രകാരം താൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടി വരുമെന്നും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും താൻ ബഹിഷ്കൃതയാകുമെന്നും അറിഞ്ഞിട്ടും മറിയം ദൈവദൂതൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. ഈ വിശ്വാസം മറിയത്തെ ദൈവമാതൃത്വ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. വിശ്വാസത്തിൻ്റെ പാതയിൽ മറിയം എന്നും നമ്മോടൊത്തുണ്ട്. ഈ വിശ്വാസമാണ്, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയങ്ങളിലും നിറയേണ്ടത്. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന പ്രാർത്ഥന അനുദിനം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരണം. മംഗളവാർത്ത ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ അത് പരിശുദ്ധ മറിയത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സ്വകാര്യ സംഭവമായിരുന്നു. മറിയമല്ലാതെ മറ്റാരും അതറിയുന്നില്ല. ഒരുപക്ഷെ അതൊരിക്കലും അറിയപ്പെടാതെയും പോകുമായിരുന്നു. എന്നാൽ ആ സംഭവത്തോട് മറിയം പൂർണ്ണമായി സഹകരിച്ചപ്പോൾ അത് മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിലെ ഒരു നിർണായക സംഭവമായി മാറുന്നു. രക്ഷാകര ചരിത്രത്തിൻ്റെ നേർക്കാഴ്ചയാകുന്നു. തൻ്റെ അനുസരണത്തിലൂടെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം കുറിക്കുവാൻ മറിയത്തിന് സാധിച്ചു. ദൈവം മനുഷ്യൻ്റെ സമ്മതവും സഹകരണവും തേടിയതിൻ്റെ ഓർമ്മകൾ കൂടി മംഗളവാർത്ത പങ്കുവയ്ക്കുന്നുണ്ട്. സർവശക്തനും സർവാധിപതിയുമായ ഒരു ദൈവത്തെയാണ് പഴയ നിയമത്തിൽ നാം കണ്ടുമുട്ടുന്നതെങ്കിൽ തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനായി തൻ്റെ സൃഷ്ടിയുടെ സാന്നിധ്യവും സഹകരണവും സമ്മതവും തേടുന്ന വ്യത്യസ്തനായ ഒരു ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ നാം കാണുക. പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം അത് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർത്തീകരണത്തിനായി നാം യത്നിക്കുമ്പോൾ തീർച്ചയായും നാമും ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്യുന്നവരായി മാറും. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന വചനഭാഗത്ത് മറിയത്തിൻ്റെ ജീവിതത്തെ മുഴുവൻ നമുക്ക് സംഗ്രഹിക്കാം. ദൈവത്തിൻ്റെ കാത്തിരിപ്പിന് മറിയം നൽകിയ ഉത്തരമാണ് ഈ വചനഭാഗത്ത് നാം ദർശിക്കുക. സ്നേഹം നിറഞ്ഞവരെ, ദൈവഹിതത്തോടുള്ള മറിയത്തിൻ്റെ ആമേൻ നമ്മുടെയും ആമേനാകട്ടെ. ആദ്യത്തെ സക്രാരിയായി തീർന്ന പരിശുദ്ധ മറിയത്തെ പോലെ ജീവന്റെ മന്നയായ പൊന്നുണ്ണിയെ വഹിക്കുന്ന മറ്റൊരു സക്രാരിയായി തീരാൻ ഈ ക്രിസ്തുമസ് കാലത്ത് നമുക്കും സാധിക്കട്ടെ.